വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം ദയവായി വായിക്കാം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, ആരെ അറിയിക്കുന്നതിൽ? ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ. ആരറിയിക്കുന്നതിൽ? ഞങ്ങൾ അറിയിക്കുന്നതിൽ. വേറൊരു ഭാഷയിൽ ഒരു അപ്പസ്തോലിക മെസ്സേജിൽ അവിഭാജ്യമായ ഒന്നാണ് ക്രിസ്തുവിൻ പൂർണ്ണത. അത് നമ്മെ ക്രിസ്തുവിൽ സമ്പൂർണ്ണരാക്കുക എന്ന അനുഭവം. ഡോക്ടർ പോൾ യോങ്ങിച്ചോ പറഞ്ഞിരുന്ന ഒരു ഭാഗം ഞാൻ ഒരുപാട് ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിന് അനേക ഓഫീസുകളുണ്ട്. രക്ഷിക്കുന്നവനായി യേശുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പലരും രക്ഷ എന്ന പ്രാരംഭപടിയിൽ കയറി ചവിട്ടും. പക്ഷെ രക്ഷ കൊണ്ട് ആത്മീയ ജീവിതം തീർന്നില്ല. രോഗസൗഖ്യം കൊടുക്കുന്ന യേശുവിനെ കുറിച്ച് അവതരിപ്പിച്ചാൽ അനേക രോഗികൾ സൗഖ്യമാകും. അനുഗ്രഹിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അനേകർ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ യേശുവിൻ്റെ വ്യത്യസ്ത ഓഫീസുകളിൽ ഓരോന്നാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഒരു അപ്പോസ്തോലിക സന്ദേശത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ അറിയിക്കുന്നു എന്ന അപ്പോസ്തോലന്മാരിൽ അതിശ്രേഷ്ഠതയുള്ളവൻ പറയുന്നു. ഒരു അപ്പോസ്തോലിക സന്ദേശത്തിൻ്റെ പ്രത്യേകത ഈ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കുക, അഥവാ ക്രിസ്തുവിൻ തികവിൻ്റെ അളവിനെ ജനത്തിന് നൽകുക, ക്രിസ്തുവിൽ തികഞ്ഞവരായി ജനത്തെ മാറ്റുക എന്ന ആശയമാണ്. ഒരു സ്കൂളിൽ പല അധ്യാപകന്മാർ പഠിപ്പിക്കാനായി വരും. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നയാളിന് ആൾജിബ്ര പഠിപ്പിക്കുന്നയാളിന് ആൾജിബ്ര മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. മാത്സ് എടുക്കുന്നയാളിന് മാത്സ് മാത്രമേ നോക്കിയിട്ട് കാര്യമുള്ളൂ. ട്രിഗ്നോമെട്രി എടുക്കുന്നയാളിന് ട്രിഗ്നോമെട്രി മാത്രം നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഫിസിക്സ് എടുക്കുന്നയാളിന് ഫിസിക്സ് മാത്രം നോക്കിയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ഒരു വിദ്യാർത്ഥി വളർന്നു വരണമെങ്കിൽ എല്ലാം അവൻ അറിഞ്ഞിരിക്കണം. വ്യത്യസ്ത ശുശ്രൂഷകന്മാർ ദൈവസഭയിൽ വ്യത്യസ്ത ആശയങ്ങൾ എടുക്കുമ്പോൾ ഒരു അപ്പോസ്തോലിക സ്ഥാനത്ത് നിന്ന് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്, അവനെ അറിയിക്കുന്നത് ഏതു പുരുഷനെയും ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം എന്ന ചിന്തയില്ല. യേശുവിൻ്റെ മടങ്ങിവരവ് സമീപമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നാം മറക്കരുതാത്ത ഒന്ന്, താൻ സമ്പൂർണ്ണനായിരിക്കുന്നത് പോലെ നാം സമ്പൂർണ്ണരാകുന്നില്ലെങ്കിൽ ക്രിസ്തുവിന് അനുരൂപയായ ഒരു മണവാട്ടിയെ ഒരുക്കിയെടുക്കുവാൻ കഴിയാതെ പോകും. വരവിങ്കൽ നാം തള്ളപ്പെട്ടു പോകും. ഞാൻ ആശയം ഗൗരവമായി വീണ്ടും പറയട്ടെ. എൻ്റെ അകത്ത് തറച്ചിരിക്കുന്ന ആശയമാകയാൽ ഞാനത് വീണ്ടും എടുത്തു പറയട്ടെ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ തനിക്ക് അനുരൂപമായ ഒരു മണവാട്ടി അന്വേഷിച്ചാണ് താൻ വരുന്നത്. അത് മണവാട്ടി സഭയിൽ ആകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചേ മതിയാകൂ. ആകയാൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് ഏതു വ്യക്തിത്വത്തെയും ഉയർത്തേണ്ടതിനാണ്. നമുക്ക് ദയവായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. വിശുദ്ധ മത്തായി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ, തന്റെ മണവാട്ടിയെ സംബോധന ചെയ്ത് സംസാരിക്കുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്, നമ്മുടെ സ്വർഗീയ പിതാവ്, യേശുവിൻ്റെ പിതാവ്, എന്റെ പിതാവ്, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ പിതാവ്. പിതാവിനെ പിതാവേ എന്ന് വിളിക്കുന്ന പദവിയും അവകാശവും നമുക്ക് തരുവാൻ യേശു ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, ഓ ഗാഡ്, താൻ സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ. അവിടെ സൽഗുണം എന്ന് പറയുന്നു, സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ എടുത്തു പറയുന്നത്. നിങ്ങളും സൽഗുണ സമ്പൂർണർ ആയിരിക്കണം. പിതാവിൽ കണ്ടത് തന്നെ പുത്രനിലും കണ്ടു. പിതാവിനെയും പുത്രനെയും തമ്മിൽ വേർപിരിക്കുവാൻ ഒക്കുകയില്ല. എൻ്റെ യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിലുള്ള സൽഗുണ സമ്പൂർണത എൻ്റെ യേശുവിൽ ഉണ്ടായിരുന്നു. അത് ഈ മണ്ണിൽ പ്രശോഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി അവതരിച്ചതാണ് ക്രിസ്തു എന്ന് കാണാം. ദയവായി വായിച്ചാലും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു നമ്മുടെ ഇടയിൽ ജഡമായി നടന്നു, നമ്മുടെ ഇടയിൽ പാർത്തെങ്കിൽ എവിടെ നിന്ന് വന്നതാണ് ആ ജഡം? വചനം ജഡമായി ഉരുത്തിരിഞ്ഞതാണ്. സകല സമ്പൂർണതയുമുള്ള വചനം. ഈ വചനത്തിന്റെ ഗൗരവം ഒന്ന് നോക്കിക്കോണേ. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറുകയില്ല. തന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാണ്. തന്നിൽ ആശ്രയിക്കുന്നവൻ പരിചയമാണ്.
ദൈവത്തിന്റെ വചനങ്ങളോട് നമുക്കൊന്നും കൂട്ടാനൊക്കത്തില്ല. ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനൊക്കത്തില്ല. അത് അതിൽ തന്നെ സമ്പൂർണതയുള്ളതാണ്. പാല് ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അതിൻ്റെ കൂടെ എന്തോ ചേർത്താലും പാലിനെ സംബന്ധിച്ച് അത് കളങ്കമാണ്, അത് മാലിന്യമാണ്. അതിനോട് നന്മയും ചേർക്കാനില്ല, അതിനോട് തിന്മയും ചേർക്കാനില്ല. കാര്യം അത് അതിൽ തന്നെ സമ്പൂർണതയുള്ളതാ. ദൈവത്തിന്റെ തിരുവചനം കൂട്ടാനും കുറയ്ക്കാനും ഇല്ലാത്ത സമ്പൂർണതയുള്ളതാകയാൽ ദൈവത്തിന് സ്തോത്രം. ആ സമ്പൂർണമായ വചനം, ഞാൻ ഒന്നുകൂടെ പറയാം, ആദിയിലെ വചനം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വചനം, നക്ഷത്രങ്ങൾക്ക് രൂപം കൊടുത്ത വചനം, പ്രപഞ്ചത്തിന്റെ ഘടകങ്ങൾക്ക് ജന്മം കൊടുത്ത വചനം, ആദിയിലെ സമ്പൂർണമായ വചനം. വചനം ജഡമായി, ആ ജഡമായി കർത്താവ് നമ്മോടുകൂടെ നടന്നതാണ്. സകല സമ്പൂർണതയുമുള്ള ദൈവത്തിന്റെ മനുഷ്യനായ യേശു ആ സമ്പൂർണ്ണ വചനം ജഡമായി ഉരുത്തിരിഞ്ഞതാണ്. തന്നിൽ തന്നെ സമ്പൂർണനായിരുന്നു. എൻ്റെ സ്വർഗീയ പിതാവ് സമ്പൂർണനായതുപോലെ ഞാനും സമ്പൂർണനാകുവാൻ ദൈവം എന്നെ കുറിച്ച്, സൽഗുണങ്ങളിൽ സമ്പൂർണനാകുവാൻ ദൈവം എന്നെ കുറിച്ച് താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ കണ്ടത് വചനം ജഡമായി ഉരുത്തിരിഞ്ഞതാണ്. യോഹന്നാൻ 19:4 നോക്കിയാലോ, റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ്, ലോകത്തിന്റെ ഇരുമ്പ് പല്ലുള്ള ഗവൺമെന്റ് എന്നറിയപ്പെട്ടിരുന്ന, ഇരുമ്പ് പല്ലുള്ള നിയമം എന്നറിയപ്പെട്ടിരുന്ന റോമൻ ഗവൺമെന്റിന്റെ റോമൻ നിയമം പാലിച്ചിരുന്ന റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായിരുന്ന അന്നത്തെ ഗവർണർ പീലാത്തോസ് എൻ്റെ യേശുവിനെ ന്യായക്കോടതിയിൽ വിസ്തരിച്ച ശേഷം സമ്പൂർണനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഈ പദം ദയവായി വായിക്കാം. വായിച്ചാട്ടെ. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഒന്ന് നിൽക്കട്ടെ, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഇവിടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാനൊരു വ്യക്തിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. കാര്യം എൻ്റെ അറിവ് പരിമിതമാണ്. ഒരു കോടതിയിൽ ഒരു പ്രത്യേക കേസിൽ ശിക്ഷയ്ക്ക് വേണ്ടി ചെന്ന വ്യക്തിയെ കോടതി വിസ്തരിച്ച് തൻ കുറ്റക്കാരനെന്ന് വിധിച്ചാൽ ആ വിധി ആ കുറ്റത്തിൽ സത്യമാണ്. കാര്യം വിധിക്കുവാനുള്ള അധികാരവും അതിനുള്ള അറിവും അദ്ദേഹത്തിനുണ്ട്. റോമൻ ഗവൺമെന്റിന്റെ, ഒന്നുകൂടെ ആവർത്തിക്കാം, ഇരുമ്പ് പല്ലുണ്ടെന്നറിയപ്പെട്ട നിയമത്തിന്റെ പ്രതിനിധിയുടെ ഗവർണറായിരുന്ന പീലാത്തോസ് യേശുവിനെ, വചനം ജഡമായി ഉരുത്തിരിഞ്ഞ യേശുവിനെ വിസ്തരിച്ച ശേഷം വിളിച്ചു പറയുന്ന പദമാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഇത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണൻ ആയിരുന്നതുപോലെ നിങ്ങളും സൽഗുണ സമ്പൂർണർ ആകുക. ക്രിസ്തുവിന്റെ സമ്പൂർണത നമ്മളിലേക്ക് ഇറങ്ങി വരിക. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. പരിജ്ഞാനത്തിന്റെ സമ്പൂർണതയെ കുറിച്ച് ഇവിടെ താൻ എടുത്തു പറയുക. പരിജ്ഞാനത്തിന്റെ സമ്പൂർണത താൻ പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ സമ്പൂർണതയിലേക്ക് വരേണ്ടതിന് ആദ്യ വചനത്തിലും ഉപദേശത്തിലും മാത്രം നിന്നതുകൊണ്ടായില്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു വരണം. നമുക്കിതിലെ അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാം, നാം അതിനെ നന്നായി സ്ഥാപിക്കുന്നവരാണ്, നന്നായി തെളിയിക്കുന്നവരാണ്. അടിസ്ഥാന ഉപദേശങ്ങളിൽ മാറാൻ ഒക്കത്തില്ല. ഒരുവൻ ഉപദേശത്തിൽ അലഞ്ഞുപോയാൽ, ഉഴന്നുപോയാൽ അവൻ നിത്യതയ്ക്ക് നഷ്ടമായവനാ. പക്ഷേ അടിസ്ഥാന ഉപദേശങ്ങളിൽ മാത്രം നിൽക്കാതെ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ സമ്പൂർണതയുടെ അളവിലേക്ക് നാം പ്രവേശിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സമ്പൂർണതയെ നാം അറിഞ്ഞേ മതിയാകെയുള്ളൂ. നാം ഉയരത്തിലേക്ക് കയറാം എന്ന ആശയമാണ് അവിടെ കാണുന്നത്. ഞാൻ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഒരു സ്ഥലത്ത്, ഞാൻ ഇന്ന് പരസ്യമായിട്ടത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ കൺവെൻഷനിൽ പങ്കെടുക്കാനായി മാസം തോറും അവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വലിയ കൺവെൻഷൻ, ആയിരങ്ങൾ പങ്കെടുക്കുന്ന, എല്ലാ മാസവും അവർ ആവർത്തിച്ചു വരുന്ന ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഞാൻ ഇവിടുന്ന് പോയിരുന്നു. അവിടെ ചെന്നു. 37-ാമത്തെ വർഷമാണ് ഞാൻ, 37-ാമത്തെ മാസമാണ് അവരുടെ ആ കൺവെൻഷനിൽ ഞാൻ ചെന്ന് യോജിക്കുന്നത്. 36 പ്രാവശ്യം അതിനു മുമ്പേ നടന്നിട്ടുണ്ട്. മാസം തോറും നടക്കുന്ന കൺവെൻഷനാകയാൽ പഴയ മെസ്സേജ് ആളുകൾ മറന്നു കാണത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, അല്ലെ കഴിഞ്ഞ മാസം പറഞ്ഞത് തന്നെ ഞാൻ ചെന്ന് അനാവശ്യമായി ആവർത്തിച്ചു എന്ന് വരാതിരിക്കുവാൻ ഞാൻ അവിടുത്തെ ആളുകളോട് ചോദിച്ചു, കഴിഞ്ഞ മാസത്തെ പ്രസംഗ വിഷയം എന്തായിരുന്നു? അവർ പറഞ്ഞു രക്ഷ. ഓക്കെ, അതിന്റെ മുമ്പിലത്തെ ആഴ്ചത്തേത് രക്ഷ, അതിന്റെ മുമ്പിലത്തെ ആഴ്ചത്തേത് രക്ഷ. ഞാൻ പറഞ്ഞേ, അപ്പൊ എത്ര മാസമായി ഈ രക്ഷയെക്കുറിച്ച് തന്നെ പറയാൻ തുടങ്ങിയത്? 37 മാസമായി.
37 മാസമായിട്ട് ഈ ഒറ്റ വിഷയമേ ഉള്ളൂ, രണ്ടാമതൊരു വിഷയമില്ല. എനിക്ക് തോന്നുന്നു അവിടെ വന്ന പ്രസംഗകർക്ക് ഈ ഒരു വിഷയമേ അറിയത്തുള്ളായിട്ടാണോ അതോ എനിക്ക് വന്ന പോലൊരു ചിന്ത വരാഞ്ഞിട്ടാണോ എനിക്കറിഞ്ഞുകൂടാ. രണ്ടായാലും ഞാൻ അവരോട് അടിസ്ഥാന ഉപദേശത്തെക്കുറിച്ച് രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം എന്ന ആശയം വിളിച്ചു പറഞ്ഞു. 4ഉം 3ഉം കൂടെ കൂടിയാൽ 7 അറിയാവുന്ന കുഞ്ഞുങ്ങളോട് എത്ര വർഷം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും? 4ഉം കൂടെ എത്രാന്ന് ഇനിയും പറയണ്ടേ? അങ്ങ് അടുത്തടുത്ത പടിയിലേക്ക് പോകണ്ടേ? അടിസ്ഥാന ഉപദേശങ്ങൾ നിർബന്ധമാണ്, അടിസ്ഥാന ഉപദേശങ്ങൾ നാം അറിഞ്ഞിരിക്കണം. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല, അതിന്റെ അടുത്ത പടിയിലേക്കും കൂടെ കയറേണ്ടതുണ്ട്. ക്രിസ്തുവിൻ സമ്പൂർണതയെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അത് അടിസ്ഥാന ഉപദേശം വിട്ടേച്ചല്ല, അതിന്റെ മുകളിൽ അതൊരു അടിസ്ഥാനമാകയാൽ അതിന്റെ മുകളിൽ നാം പണിയേണ്ടതുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങളിൽ വന്ന ദൈവ പൈതൽ അടുത്ത പടിയിലേക്ക് ഉയരേണ്ടതുണ്ട് എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. നമുക്കിവിടെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. അവിടെ മുതൽ അല്പം കൂടെ ഗൗരവമായി പോകാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നമ്മെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിച്ചു കളയേണ്ടതിന് വേണ്ടി അന്തിക്രിസ്തുവെന്നോ എതിർക്രിസ്തുവെന്നോ പറയുന്ന പൈശാചിക മൂർത്തി രൂപം വെളിപ്പെട്ടു വരുന്ന ഒരു നാളുണ്ട് എന്ന് തിരുവചനം പറയുന്നു. അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ക്രിസ്തുവിന്റെ ആ പ്രായത്തിന്റെ അളവിൽ സമ്പൂർണതയിൽ ഒരു ദൈവപൈതൽ പ്രവേശിച്ചാൽ അവനെ ഒന്നും ചെയ്യാൻ ഒക്കാത്തതാണ് പൈശാചിക മണ്ഡലം. ക്രിസ്തീയ പ്രായത്തിൽ യേശുക്രിസ്തുവിന്റെ സമ്പൂർണതയിൽ നാം പ്രവേശിക്കുന്നില്ലെങ്കിൽ പൈശാചിക മണ്ഡലം നമ്മെ തകിടം മറിക്കും. അക്കാര്യം മറക്കരുത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മോട് എഴുതി പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം അറിയണം, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ദയവായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്നുകൂടെ. 2-ാം വാക്യം മുതൽ അങ്ങ് വായിച്ചാട്ടെ. 2-ാമത്തെ വാക്യം മുതൽ. കർത്താവിന്റെ നാൾ ദൈവത്തിങ്കൽ നിന്നാണോ എന്ന് സംശയിക്കുന്ന അനേക രംഗങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ ഞാൻ അങ്ങ് ഒരുമിച്ച് കൂട്ടട്ടെ. നിങ്ങൾ വല്ല ആത്മാവിനാലോ, ദൈവാത്മാവ് മാത്രമല്ലാതെ വ്യാജേന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ആത്മാക്കൾ ഈ മണ്ണിലുണ്ട് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവം മോശയെ മിസ്രയീമിലേക്ക് അയച്ച ശേഷം തന്റെ കയ്യിൽ അധികാരത്തിന്റെ വടി ഏൽപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ വടി തറയിലേക്കിടണം, അതൊരു സർപ്പമായി മാറും. മോശ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി തറയിലേക്കിട്ടപ്പോൾ അതൊരു സർപ്പമായി മാറിയെങ്കിൽ മിസ്രയീമിലെ മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദ ശക്തിയാൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വടികളെ സർപ്പങ്ങളാക്കി മാറ്റി. മോശ പച്ചവെള്ളം കോരി തറയിൽ ഒഴിച്ചപ്പോൾ അത് രക്തമായി മാറിയെങ്കിൽ മിസ്രയീമിലെ മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദ ശക്തിയാൽ അവരൊഴിച്ച വെള്ളത്തെയും രക്തമാക്കി മാറ്റി. ഇതൊന്നും ദൈവാത്മാവിനാൽ അല്ല, ദുരാത്മാക്കളാലാണ്, വ്യാജാത്മാക്കളാലാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന വ്യാജാത്മാക്കൾ ലോകത്തിലുണ്ട്. ഒരൊറ്റ പെശകുള്ളത് 4-ാമത്തെ ബാധയായ തവളയെ കൊണ്ട് ദൈവം ദേശത്തെ മൂടിയപ്പോൾ മോശയെ വിളിച്ചേച്ച് പറഞ്ഞു, ഈ തവളയെ ഒന്ന് മാറ്റിത്തരണം. മിസ്രയീമിലെ ഫറവോൻ മന്ത്രവാദികളെ വിളിച്ചു, തവളയെ മാറ്റാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് നടക്കുകയില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ, ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ എതിർത്ത് ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന അനേക ആത്മാക്കൾ കാണാം. വല്ല ആത്മാവിനാലോ വിശുദ്ധിയിൽ നിലകൊള്ളാതെ ദൈവത്തിന്റെ നാമവും പറഞ്ഞുകൊണ്ട് വ്യാജേന പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആത്മാക്കൾ കണ്ടേക്കാം. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വല്ല ആത്മാവിനാലോ. പിന്നെ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ. നിക്കട്ടെ, വല്ല വചനത്താലോ. ദൈവവചനം പ്രസംഗിക്കുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നു എന്ന് പറയുന്ന അനേകർ വേറെ കാണും. എന്റെ അഭിപ്രായം, ഞാനിത് റൂൾ ചെയ്യുന്നത്, ഞാനിത് വിധിച്ചിരിക്കുന്നു, ഇതിങ്ങനെയാകണമെന്ന് പറയുന്ന അനേകരുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഓർപ്പിച്ചു, അല്ലെ 2 പ്രാവശ്യം ഓർപ്പിച്ച് കാണാം. വീണ്ടും ഓർപ്പിക്കട്ടെ, ഇനിയും ഓർപ്പിച്ചെന്ന് വരും. 17.5 ലക്ഷം ആളുകളെ സ്നാനവെള്ളത്തിലേക്ക് ഇറക്കി മുക്കിപ്പൊക്കിയ ജോൺ വെസ്ലിയുടെ ഒരു പദം ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുകയാ. ഒന്നുകൂടെ ആവർത്തിക്കാം. 17.5 ലക്ഷം ആളുകളെ സ്നാനവെള്ളത്തിലേക്ക് ഇറക്കി മുക്കിപ്പൊക്കിയ മനുഷ്യൻ. എന്റെ മാനുഷിക അറിവിൽ, എന്റെ പരിമിതമായ അറിവിൽ അത്രയും ആളുകളെ സ്നാനത്തിലേക്ക് ഇറക്കിയ രണ്ടാമതൊരാളിനെ, അത്രയും ആളുകളെ മുക്കിപ്പൊക്കിയ രണ്ടാമതൊരാളിനെ ഞാൻ കേട്ടിട്ടില്ല. ജോൺ വെസ്ലിയെ കുറിച്ച് അത് കേട്ടു. തന്നെ കുറിച്ച് 1-2 പദങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കാം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്തുന്ന ദൂരത്തേക്കാൾ കൂടുതൽ
ഒരു കുതിരയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് ലണ്ടൻ പട്ടണത്തിലും പരിസരങ്ങളിലും മാത്രം 49,000 പ്രസംഗങ്ങൾ ചെയ്ത് അതിൽ മിക്ക പ്രസംഗങ്ങളും തന്നെ എതിർക്കുന്ന ആളുകൾ കല്ലും കൊഴിയും എറിഞ്ഞ് അതിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കവേ നിർത്താതെ 49,000 പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ഒടുവിൽ തന്റെ ശുശ്രൂഷയിൽ 17.5 ലക്ഷം ജനങ്ങളെ സ്നാനത്തിൽ മുക്കിപ്പൊക്കിയ ജോൺ വെസ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആത്മമണ്ഡലത്തിൽ ഇന്നത് നല്ലതെന്നോ ഇന്നത് തെറ്റതെന്നോ പറയുവാൻ താങ്കൾ ആരാ? ആ വാക്കിന്റെ ഗൗരവത്തിലേക്ക് ഒന്നുകൂടെ വരാൻ പോകുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കൊലപാതകം ചെയ്തേച്ചും ഞാൻ ചെയ്തതിൽ തെറ്റില്ല, ഞാനും ക്രിസ്ത്യാനിയാന്ന് പറയുന്നവനുണ്ട്. വ്യഭിചാരം നടത്തിയേച്ചും ഞാൻ പ്രസംഗിക്കുമെന്ന് പറയുന്നവരുണ്ട്. മദ്യപിച്ച ശേഷവും ഇതൊക്കെ ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. താഴോട്ടിറങ്ങി വന്നാൽ ചായയോ കാപ്പിയോ കുടിച്ചാൽ അതുപോലും തെറ്റെന്ന് പറയുന്നവരും ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ പറയുന്നതെല്ലാം ശരിയല്ല, എല്ലാം തെറ്റുമല്ല. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ചേ മതിയാകൂ. പക്ഷേ ജോൺ വെസ്ലി ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ. നമ്പർ 1, എവിടെയായിരിക്കും നാം ലൈൻ വരയ്ക്കുക? മറുപടി അദ്ദേഹം പറയുന്നത്, തിരുവചനം വരച്ച വരയിലൂടെ നാം ലൈനുകൾ ആവർത്തിക്കാം, അപ്പുറം ഇപ്പുറം പോകരുത്. ദൈവവചനത്തോട് കൂട്ടരുത്, ദൈവവചനത്തോട് കുറയ്ക്കരുത്. അത് പെർഫെക്റ്റ് ആണ്. വചനം എവിടെ വരച്ചോ അതുവഴി നമ്മുടെ വരയാകട്ടെ. ഇനി വേറൊരുത്തനങ്ങ് കയറി അങ്ങ് പറഞ്ഞെന്നിരിക്കട്ടെ, അല്ല ഞാനങ്ങ് തീരുമാനിക്കുകയാണ് ഇതിങ്ങനെ വേണം. അദ്ദേഹം ചോദിച്ച ചോദ്യം, സ്നേഹിത, കോടാനുകോടികൾ യുഗങ്ങളായി പാർത്തു വളർന്നു വരുന്ന ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ ഒരാശയം പറയുവാൻ താങ്കൾ ആരാ? താങ്കൾക്ക് ഇതിനകത്തെ സ്ഥാനം എന്താ? എത്ര കോടി ആളുകളെ താങ്കൾ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? താങ്കളുടെ ജീവിതത്തിന്റെ വലിപ്പം എന്താ? അതിനുവേണ്ടി അങ്ങയുടെ കയ്യിൽ എന്തുണ്ട്? ഇല്ല, തിരുവചനം വരച്ച അളവുകളിലേക്ക് നമുക്ക് വരാം. ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ വല്ല ഉപദേശത്താലോ വല്ല ആത്മാവിനാലോ നിങ്ങൾ ഇളകിപ്പോകരുത്. വീണ്ടും വായിച്ചാട്ടെ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. നിങ്ങൾ സുബോധം വിട്ട് ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഇതൊക്കെയും സംഭവിച്ചിരിക്കും. ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് വളർന്നു വരണമെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ട ചില രംഗങ്ങളുണ്ട്. അതിന് വിരോധമായി വരുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളെയാണ് താൻ തൊടുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അദ്ദേഹം പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയായിരുന്നതുപോലെ നിങ്ങൾ എന്റെ അനുയായികളാകുക. സഭയ്ക്ക് യോഗ്യമായ പല മാതൃകകളും ക്രിസ്തു കാണിച്ചു തന്നു. ഞങ്ങൾ ആ മാതൃകയിൽ നടന്നു കാണിച്ചു. എന്നാൽ ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, ഞങ്ങൾ അറിയിച്ച ഉപദേശത്തിന് വിപരീതമായി മറ്റൊരു സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് മറ്റൊരു ഉപദേശമെന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ ഉപദേശം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഞാൻ 1, 2, 3 ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉപദേശം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് മറിച്ചിട്ട സുവിശേഷം ലോകത്തിൽ മൊത്തം കേൾക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉപദേശം വിശുദ്ധിയിൽ ജീവിക്കുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അല്ലെങ്കിലും പ്രസാദിപ്പിക്കുവാൻ കഴിയും, പ്രസാദിപ്പിച്ചില്ലെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം പർവ്വട്ട് യേശുവിന്റെ സുവിശേഷം മറിച്ചിട്ടതാണ്. ഉപദേശത്തിന്റെ വിശുദ്ധിയിൽ നിന്നേ മതിയാകൂ. നിങ്ങൾ വല്ല ആത്മാവിനാലോ വല്ല വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവേനയുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകരുത്. താവട്ടെ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ പലരും പല വിധേനയും സഭയെ, ദൈവമക്കളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. ആ പദങ്ങൾ ശ്രദ്ധിക്കണേ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ പലരും പല വിധേനയും ചതിക്കുവാൻ സാധ്യതയുണ്ട്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. എന്നാൽ സഭയിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ കേട്ടോ. 1 വായിച്ചു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിപരിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ
തിരുവചനം നമ്മെ ഉപദേശിക്കുമ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വ്യത്യസ്ത ആത്മാക്കൾ, വ്യത്യസ്ത ഉപദേശങ്ങൾ, വ്യത്യസ്ത വാക്കുകൾ, വ്യത്യസ്ത ലേഖനങ്ങൾ, വ്യത്യസ്ത വ്യക്തികൾ ദൈവജനത്തെ ഉപദേശത്തിൽ തെറ്റിച്ചു കളയും. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും വിശ്വാസം ത്യജിച്ചു കളഞ്ഞാൽ അതിന്റെ ത്യാഗം സംഭവിച്ചാൽ അടുത്തത് വായിച്ചു, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരും. പൈശാചിക നാശങ്ങളുടെ മൂർത്തിരൂപമായ എതിർ ക്രിസ്തുവിനെ വിശദീകരിക്കുന്ന ഭാഗമാണിത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്യാഗം, ജീവിത മാന്യതയുടെ ത്യാഗം മുതലായി അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തടയുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരുമെന്ന് മറക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയും ദൈവിക ആരാധനകൾക്ക് വിരോധിയും ഞാനാണ് സകലതുമെന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിക്കുന്നവനും ആയിരിക്കും. പക്ഷേ നിങ്ങൾ ക്രിസ്തീയ സമ്പൂർണതയോളം ദൈവിക സമ്പൂർണതയിലേക്ക് വരേണ്ടതിന് നിങ്ങളുടെ ഉപദേശം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ജീവിതം ഇവ ദൈവസന്നിധിയിൽ സൂക്ഷിക്കുക എന്ന ആശയം ഞാൻ ഇവിടെ വെക്കാൻ പോകുകയാണ്. നമ്മൾ എവിടാ തുടങ്ങിയത്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന രൂപത്തിൽ ഞാൻ യേശുവിനെ അവതരിപ്പിക്കുന്നു. അതാണ് അപ്പോസ്തോലിക ഉപദേശം. രോഗശാന്തി നടത്തുന്ന യേശുവിനെ മാത്രം പ്രസംഗിച്ചാൽ രോഗശാന്തി നടക്കും. ഇന്നിവിടെ നടക്കും. ഞാൻ ഈ സകലതും പറയുന്ന കൂട്ടത്തിൽ രോഗശാന്തി വളരെ ഗൗരവമാണ്, അതിവിടെ ഉണ്ട്. രക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട ആരംഭപടിയിൽ വന്നു നിൽക്കും. പക്ഷെ നമുക്ക് സമ്പൂർണമായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരുമ്പോൾ ക്രിസ്തീയ സമ്പൂർണതയിലേക്ക് നാം വളരും. ഞങ്ങൾ അവനെ അവതരിപ്പിക്കുന്നത് ഭാഗികമായല്ല, സമ്പൂർണതയിലേക്ക് നടത്തുന്ന സമ്പൂർണനായ ക്രിസ്തുവിനെ അത്രേ. രണ്ടാം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകണം. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന സൽഗുണ സമ്പൂർണത എവിടെ നിന്ന് കണ്ടു? നമ്പർ 1, പെർഫെക്റ്റ് ആയ വചനം. ആകാശവും ഭൂമിയും പോയാലും ഒരു വള്ളിയും പുള്ളിയും മാറാത്ത, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ വചനം ജഡമായി ഉരുത്തിരിഞ്ഞതായിരുന്നു യേശു. തന്റെ 33.5 വർഷം കൊണ്ടുള്ള ജീവിതം റോമൻ ഗവർണർ പരിശോധിച്ച ശേഷം ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കി കൊടുത്ത നീതിമാനായ യേശു തനിക്ക് പറവാനുള്ളത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായതുപോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവീൻ. വിശുദ്ധ പൗലോസ് ഈ ആശയത്തോട് ചേർന്ന് എന്ന് പറഞ്ഞൊരു പദം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിൽ നടപ്പുള്ള ഏത് കോടതിയിൽ ഞങ്ങളെ വിസ്തരിച്ചാലും, ഈ ഭൂമിയിൽ നടപ്പിലുള്ള ഏത് കോടതിയിൽ ഞങ്ങളെ വിസ്തരിച്ചാലും ഞങ്ങൾ കുറ്റമില്ലാത്തവരാണ്. ദൈവത്തിന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും നിയമത്തിന്റെ മുമ്പിലും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ഞാൻ എന്തിനാ ഇത് നമ്മുടെ നടുവിൽ പറയുന്നത്? ബേഥേലിന് ഇത് കഴിയും. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒക്കാത്തത് എന്റെ ജീവിതത്തിൽ പറഞ്ഞു കേൾപ്പിക്കുന്നവനല്ല ദൈവം. നടക്കാത്ത കുറെ മോഹന സുന്ദര വാഗ്ദത്തങ്ങൾ പറഞ്ഞു വെച്ച് നമ്മെ കബളിപ്പിക്കുന്നവനല്ല ദൈവം. നമ്മെ കൊണ്ട് നടക്കുന്നത്, സാധിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഇട്ടു തന്നവനാണ് നമ്മുടെ ദൈവം. ഒടുവിലാണ് ഞാനിത് പറയേണ്ടതെങ്കിലും ഇപ്പൊ തന്നെ ഒരു വാക്ക് കയറ്റി പറയാം. അത് നടക്കുമെന്നതിന്റെ ഉറപ്പെന്താണ്? താൻ അതിനാവശ്യമുള്ള വില മുടക്കിയതാണ് അതിന്റെ ഉറപ്പ്. ഹല്ലേലൂയ! താൻ അതിനാവശ്യമുള്ള വില മുടക്കി. നിങ്ങളിലാർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് സ്വജാതിക്കാരുടെ നടുവിൽ സ്വയം വിളിച്ചു ചോദിച്ച ശേഷം, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് നിയമത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം, മനുഷ്യവർഗത്തിന്റെ പാപം, എന്റെയും നിങ്ങളുടെയും ബലഹീനതകൾ നമ്മിൽ നിന്ന് എടുത്തു വഹിച്ചുകൊണ്ട് കാൽവറിയിൽ കൈകരങ്ങൾ വിരിച്ച്, പിതാവേ എന്റെ പ്രാണൻ തൃക്കരങ്ങളിൽ എന്ന് പറഞ്ഞ് വില മുടക്കിയതിനാൽ ഇന്നിത് സാധ്യമാണ്. ഇന്ന് വിശുദ്ധി നമുക്ക് സാധ്യമാണ്. കാര്യം യേശു നമുക്ക് വേണ്ടി അത് നിവർത്തിച്ചു തന്നു. ഓ ഗാഡ്, എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പിശാച് നമ്മുടെ മുമ്പിൽ പല്ലിളിച്ചു കാണിക്കുമ്പോൾ അവനോട് പറ, പിശാചേ നിനക്കെന്നെ ജയിക്കുവാൻ കഴിയുകയില്ല. കാര്യം എനിക്ക് ആവശ്യമുള്ള വില യേശു കാൽവറിയിൽ കെട്ടിവെച്ചതിനാൽ ഞാൻ ക്രിസ്തുവിൽ സമ്പൂർണനാകും. ഞാൻ ക്രിസ്തുവിൽ സമ്പൂർണനാകും. ഞാൻ ക്രിസ്തുവിൽ സമ്പൂർണനാകും.
സിസ്റ്റർ മേരി കോവൂർ പണ്ടൊരിക്കൽ ഒരു കഥ പറഞ്ഞു. സിസ്റ്റർ കോവൂർ പറഞ്ഞൊരു കപ്പലിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി, ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരാൾ കയറി. കപ്പലിൽ ആഹാരം കിട്ടുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു. കിട്ടത്തില്ലെന്ന് അദ്ദേഹം ഓർത്തത്. 1 മാസം കഴിഞ്ഞ് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തത്തുള്ളൂ. തനിക്കുണ്ടായിരുന്ന പണം മുഴുവനും കൂടെ ഒന്നിച്ചിട്ടാണ് ഒരു ടിക്കറ്റ് കരസ്ഥമാക്കിയത്. ഒരു നല്ല ടിക്കറ്റുണ്ട്. കപ്പലിൽ ടിക്കറ്റ് എടുത്ത് കയറിയവർക്ക് അത് സ്ഥലത്ത് എത്തുന്നത് വരെ ആവശ്യത്തിനുള്ള ആഹാരം കൂടെ കൊടുത്തിരിക്കും. ഈ മനുഷ്യൻ കപ്പലിൽ കയറുമ്പോൾ കുറേ കപ്പലണ്ടിയും ഉണങ്ങി വെച്ചിരുന്ന കുറേ ആഹാരവും കൂടെ എടുത്തോണ്ടാണ് കയറിയത്. ആദ്യത്തെ ദിവസം കയ്യിൽ കൊണ്ടുവന്ന കപ്പലണ്ടിയും തിന്നു, ഉണങ്ങി വെച്ചിരുന്ന ചപ്പാത്തിയും തിന്നു. 2-ാമത്തെ ദിവസവും അത് നടന്നു. 3-ാമത്തെ ദിവസവും അത് നടന്നു. 3-ാമത്തെ ദിവസം വൈകുന്നേരത്ത് ആരോ ഒരാൾ ചോദിച്ചു, സ്നേഹിത, നിങ്ങളെ ഇവിടൊക്കെ കാണുന്നുണ്ടെങ്കിലും ഡൈനിങ് ഹാളിൽ കാണുന്നില്ലല്ലോ, എന്നെ പറ്റി എന്താ അങ്ങോട്ട് വരാത്തെ? അദ്ദേഹം പറഞ്ഞു, അതേ, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനൊരു നിർധനനാ. ഉള്ള കാശ് എല്ലാം കൂടെ ഇട്ടാണ് ഒരു ടിക്കറ്റ് ഒപ്പിച്ചത്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഹോട്ടലിൽ പോകാനുള്ള കാശ് എൻ്റെ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാതിരുന്നതാ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്തേലും അങ്ങ് ചെല്ലുന്നത് വരെ കഴിക്കാനുള്ള കൊച്ചു അളവിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മനുഷ്യൻ ചോദിച്ചു, സ്നേഹിത, നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണിച്ചു. ഇത് ഫുള്ളി പെയ്ഡ്. നിനക്ക് ആവശ്യമുള്ള സകല ആഹാരവും ഇവിടെ റിസർവ് ചെയ്ത് കഴിഞ്ഞതാ. ഇതെല്ലാം ആ ഡൈനിങ് ഹാളിൽ നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊരു പേയ്മെന്റ് ഇല്ല. ഇന്ന് ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവനും വില കാൽവരിയിൽ മുടക്കി കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള സകലതിനും കാൽവരിയിൽ വില മുടക്കി കഴിഞ്ഞു. തലയിൽ മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട്, കാലിൽ ഇരുമ്പാണികളുടെ പാടേറ്റുകൊണ്ട്, കൈകളിൽ ആണിയടിച്ചു കയറ്റിയവനായി, അടിമുടി ഇനി ഒന്നും ഒരിടമില്ലാതെ എനിക്ക് വേണ്ടി മുറിവേറ്റതും എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചതും എന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവൻ വിലയും, നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവമക്കൾക്ക് ആവശ്യമുള്ള മുഴുവൻ വിലയും അവിടെ കെട്ടിവെക്കുകയായിരുന്നതിനാൽ ഞാൻ ഐ സ്റ്റാൻഡ് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത വിളിച്ചു പറയാം. ഇത് നാം അനുസരിച്ചാൽ മാത്രം മതി. എന്നെ വിശുദ്ധിയിൽ നടത്തുവാൻ ആവശ്യമുള്ളത് മുഴുവനും കാൽവറിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെട്ടു വരികയും വേണം. അവൻ ദേവാലയത്തിൽ വന്നിരിക്കും. വായിച്ചേ മോനെ, ഒന്നുകൂടെ വായിച്ചേ. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് നിൽക്കട്ടെ. ഈ അധർമ്മമൂർത്തിയായവൻ ആത്മമണ്ഡലത്തിൽ കടക്കും. എന്റെ കർത്താവായ യേശു പറഞ്ഞൊരു പദം മറക്കരുത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത അശുദ്ധ സ്ഥലം കൊണ്ട് തീരുകയില്ല, അത് വിശുദ്ധ സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറും. അതിന് എന്ത് വേണം? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. 2, അധർമ്മമൂർത്തിയായവൻ കയറി വരും. അവന്റെ പ്രവൃത്തികൾ വ്യാജമായ അടയാളങ്ങളോടുകൂടെ ആയിരിക്കും. വ്യാജം വിശ്വസിക്കുമാര് പലർക്കും വ്യാജത്തിന്റെ ആത്മാവിനെ വിശ്വസിക്കുന്ന ഒരാത്മാവിനെ, വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം അങ്ങ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇനി മാറട്ടെ, ആ ഭാഗത്തുനിന്ന് മാറട്ടെ. വിശ്വാസത്യാഗം സംഭവിക്കും. ഈ അശുദ്ധ ജീവിയെ, എതിർ ക്രിസ്തുവിനെ ഒരു തുമ്പുകെട്ട ഇടയന്റെ രൂപത്തിൽ തന്റെ സക്കരിയ പ്രവചനം 11 കാണിച്ചിട്ടുണ്ട്. സക്കരിയാവ് 11:15. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. വായിച്ചു. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ. എന്റെ മോനെ, എനിക്കത് പറയാൻ ആശയുണ്ട്. 1-2 ദിവസങ്ങൾ കൊണ്ട് തികയത്തില്ല. എതിർ ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ സ്വഭാവത്തെക്കുറിച്ച് യേശുവിന്റെ വാചകങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സക്കരിയാവിലൂടെ എഴുതി വെച്ചതാണ് നാം കേൾക്കുന്നത്. ഞാൻ ദേശത്ത് ഒരു തുമ്പുകെട്ട ഇടയനെ എഴുന്നേൽപ്പിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഓൾ ദോസിന്റെ ഇന്റർനെറ്റ് ഓൾസോ കോപ്പറേറ്റ് വിത്ത് മീ. ഞാനൊരു വാക്യം ഇവിടെ അനൗൺസ് ചെയ്താൽ ദയവായി ഒരു 5 സെക്കൻഡ് കഴിഞ്ഞേ വായിക്കാവൂ.
ആർക്കെങ്കിലും ബൈബിൾ ഒന്ന് തുറന്നത് നോക്കിക്കോട്ടെ. ഇത് അവരവരുടെ ബൈബിളിനകത്തുണ്ടെന്നുള്ളത്. ഐ ഡോണ്ട് നോ വൈ. എന്നും ഞാൻ പറയാറുള്ളത്, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യരുത്. വി വിൽ ഗോ ഓൺ. പക്ഷെ മൈക്കിൽ കൂടെ മാത്രമേ വായിക്കാവൂ. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷമേ വായിക്കാവൂ. ഇഫ് സംബഡി വാണ്ട് ടു ടേക്ക് ദ പോർഷൻ, ലെറ്റ് ദം ടേക്ക്. പക്ഷെ അതിനേക്കാൾ ഭേദം കുറിച്ചെടുക്കേണ്ടവർ ആ റെഫറൻസ് കുറിച്ചെടുക്കുകയായിരിക്കും നല്ലത്. വേദപുസ്തകം തുറക്കാനും വായിക്കാനും പോകണ്ട. മാന്യമായി അത് വായിക്കുവാൻ കർത്താവ് നമുക്ക് ആ പ്രിയ സഹോദരനെ തന്നു. താനിത് ചെയ്തു തരും. ഒരു പ്രാവശ്യം കൂടെ ദയവായി വായിച്ചാട്ടെ. സെഖര്യാവ് 11:15. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പെടുത്തുകൊള്ളുക. നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പെടുത്തുകൊള്ളുക. ഒരു തുമ്പുകെട്ട ഇടയനെ കാണിക്കാൻ പോകുകയാ. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ. ആ തുമ്പുകെട്ട ഇടയന്റെ പ്രത്യേകത ഒന്ന്, അവൻ കാണാതെ പോയതിനെ നോക്കത്തില്ല. പിന്നെ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ. ചിതറിപ്പോയതിനെ അന്വേഷിക്കത്തില്ല. പിന്നെ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ. മുറിവേറ്റതിനെ പൊറുപ്പിക്കത്തില്ല. പിന്നെയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ. ദീനമില്ലാത്തതിനെ പോറ്റുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ, തന്റെ കീഴിൽ ദൈവമേൽപ്പിച്ച ആത്മാക്കളെ ശുശ്രൂഷിക്കുവാൻ അവൻ തയ്യാറല്ല. തെറ്റെന്ന് പറയത്തില്ല, കുറ്റമെന്ന് പറയത്തില്ല. ചികിത്സയ്ക്കവൻ തയ്യാറല്ല. പോറ്റേണ്ടതിന് ആഹാരം കൊടുക്കാൻ തയ്യാറല്ല. പകരം അവൻ ആടുകളുടെ വായിച്ചു തടിച്ചവയുടെ മാംസം തിന്നുകയും. അവൻ ആടുകളുടെ മാംസം തിന്നുവാൻ എഴുന്നേൽക്കുന്ന ഒരു തുമ്പുകെട്ട ഇടയനായിരിക്കും. എന്റെ ഇടയനായ യേശുവിന് സഭയെ എവിടെ എത്തിക്കണമെന്ന് ഉറപ്പുള്ളതിനാൽ എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. തന്റെ സഭയെ എവിടെ എത്തിക്കണമെന്നും തന്റെ സഭയെ എങ്ങനെ കൊണ്ടുപോകണമെന്നും അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്നും ഉറപ്പുള്ളവനായ എന്റെ ഇടയനായ, നല്ല ഇടയനായ, ജീവൻ വെച്ചവനായ, ശബ്ദം കൽപ്പിക്കുന്നവനായ യേശു ഒരു വശത്ത്, ഞാൻ ദേശത്ത് ഒരു തുമ്പുകെട്ട ഇടയനെ എഴുന്നേൽപ്പിക്കും. അവന്റെ ലക്ഷണം മറുവശത്തും. ഇവൻ ശത്രു തുമ്പുകെട്ട ഇടയനാകയാൽ അവന് യാതൊന്നിലും റെസ്ട്രിക്ഷൻ ഇല്ല. ഒത്തതിലേ പോകാം, വേണ്ടിയതിലേ പോകാം, എങ്ങും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അല്പനേരം മുമ്പേ സുനിൽ പാസ്റ്റർ എബ്രഹാം ഇവിടെ നിന്ന് ഓർപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ കൃപയാൽ ഒരു ലാർജർ ബോഡിയാകയാൽ ചർച്ചിനകത്ത് വരുമ്പോൾ ആരുടെയും വ്യക്തിപരമായ വിഷയങ്ങളിൽ മറ്റാർക്കും അറിവില്ലാത്തതുകൊണ്ട് ഇടപെടേണ്ട കാര്യവുമില്ല. എന്നാൽ നമുക്കെല്ലാം ലോക്കൽ സെല്ലുകളുണ്ട്, ലോക്കൽ ഗ്രൂപ്പുകളുണ്ട്. അന്യോന്യം അടുത്തറിയുവാനും അന്യോന്യം ബലഹീനരെ ശക്തീകരിക്കുവാനും താങ്ങുവാനും വളർത്തുവാനും. അത് കൊല്ലാൻ ഉപയോഗിക്കരുതേ, അത് അന്യോന്യം ഹിംസിക്കുവാൻ ഉപയോഗിക്കരുതേ, അന്യോന്യം പണിയുവാനുള്ള അവസരങ്ങളാണത്. എൻ്റെ ജീവിത ബലഹീനത ഇന്നതെന്ന് മറ്റൊരാളിനോട് ഷെയർ ചെയ്യുവാൻ, ആ ആളിൽ നിന്ന് അഡ്വൈസ് വാങ്ങുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുപക്ഷെ എന്തെങ്കിലും കണ്ടാൽ അന്യോന്യം പറഞ്ഞുകൊടുത്ത് വളർത്തുവാൻ ദൈവത്തിന് സ്തോത്രം ഉള്ള അവസരങ്ങൾ നമുക്കുണ്ട്. നമുക്ക് അന്യോന്യം പണിയാം. തുമ്പുകെട്ട ഇടയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ പുഷ്ടിയുള്ളതിന്റെ മാംസം മതിയെന്ന് പറയുമ്പോൾ മുറിവേറ്റതിനെ വെച്ച് കെട്ടുവാൻ, കുഴപ്പമില്ലാത്തതിനെ പോഷിപ്പിക്കുവാൻ, ദീനമുള്ളതിനെ ചികിത്സിക്കുവാൻ യേശുവിന്റെ കരമുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ദൈവസഭയുടെ ദൗത്യം. അതാണ് ദൈവസഭയുടെ ദൗത്യം. കുറ്റമെന്ന് സ്നേഹാത്മാവിൽ പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഒരു വ്യക്തിയെ കൂടെ എരിയുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, കൃപയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ബേഥേൽ ദൈവസന്നിധിയിൽ വളരട്ടെ. ഞങ്ങളോടുകൂടെ ആരാധിക്കുന്നവർ ദൈവസന്നിധിയിൽ വളരട്ടെ. തുമ്പുകെട്ടയുടെ എന്റെ വേഷം കെട്ടാതെ ശ്രേഷ്ഠയുടെ എന്റെ വേഷം കെട്ടുവാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. എഫെസ്യ ലേഖനം 4:13 വായിക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. എന്താ ഇത്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി സാത്താന്റെ അടിമത്വത്തിൽ കിടന്നവരെ പാതാളത്തിന്റെ താക്കോൽ പിടിച്ചു പറിച്ച് തുറന്ന് പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. നിരന്തരം മരണത്തിനടിമകളായി കിടന്നവരെ അവിടെ നിന്നും വിടുവിച്ചു. സാത്താന്റെ അധീനതയിൽ നിന്നവരെ ഉയർത്തി
യേശുവിനോട് കൂടെ സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തിച്ചു. അവൻ ദോഷികളായ മനുഷ്യർക്ക് വേണ്ടി നല്ല ദാനങ്ങളെ വാങ്ങി. ഒന്നുകൂടെ ആവർത്തിക്കാം. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് യേശു ഇറങ്ങി. തന്റെ മരണസമയം താൻ പാതാളത്തിലേക്ക് ഇറങ്ങി. ഞാൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന സദ്വർത്തമാനം പാതാള ലോകത്തിൽ പ്രഘോഷിച്ചു. തന്റെ കാൽവരിയിൽ വെച്ച് സാത്താന്റെ തല തകർത്തിരുന്നതിനാൽ, അവൻ ഏറെ ആശ്രയിച്ചിരുന്ന അവന്റെ ആയുധവർഗം പിടിച്ചു പറിച്ചതിനാൽ, നരകത്തിന്റെ താക്കോൽ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതിനാൽ, പാതാളത്തിന്റെ മുകൾത്തട്ട് തുറന്ന് ജീവപര്യന്തം മരണത്തിനടിമകളായി പിശാചിന്റെ പിടിയിലായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അവിടെ നിന്നും വിടുവിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കരയേറി. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ദോഷികളാകുന്ന നമുക്ക് വേണ്ടി, മത്സരികളായ മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധാത്മാവെന്ന നല്ല ദാനം പിതാവിനോട് വാങ്ങി ഈ ഭൂമിയിലേക്ക് അയച്ചു. അതിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ചിലരെ ഇടയന്മാരും അധ്യാപകന്മാരുമാക്കി, ചിലരെ വീര്യപ്രവർത്തികൾ ഏൽപ്പിച്ചു, ചിലരെ പ്രത്യേക കൃപകൾ ഏൽപ്പിച്ചു, കൃപാദാനങ്ങൾ ഏൽപ്പിച്ചു. അത് നാം എല്ലാവരും. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ അയച്ചത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവും സമ്പൂർണതയും ദേഹത്തിന്റെ രൂപവും പ്രാപിക്കുമ്പോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന്റെ ശുശ്രൂഷയ്ക്കും ദൈവസഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയാകുന്നു. യേശു കാൽവരിയിൽ വില മുടക്കിയത് മാത്രമല്ല, ആ വില മുടക്കിയ ശേഷം നമ്മെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ കൃപാവരങ്ങളോടുകൂടെ ദൈവസഭയിൽ അയക്കുകയും കൂടെ ചെയ്തതിനാൽ സഭയെ പരിപാലിക്കാൻ ദൈവത്തിനറിയാം. ചിലരെ അപ്പോസ്തലന്മാരാക്കി. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഒരു ഭാഗമല്ല, പൂർണ്ണതയിലേക്ക് നയിക്കേണ്ടതിനാണ്. പ്രവാചകന്മാരെ ദൈവം അയച്ചു. ഇന്ന ഇന്ന ഭാഗങ്ങൾ നിങ്ങൾ എടുത്തോർപ്പിച്ചു കൊള്ളണം. കുറവുകൾ ഓർമ്മിപ്പിക്കുവാൻ, നന്മയിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഏത് വഴിയെ തിരിയണമെന്ന് പറഞ്ഞു തരുവാൻ ദൈവം അയക്കുന്ന പ്രവാചകന്മാർക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം എല്ലാവരും, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. നിൽക്കട്ടെ, ഒന്ന് വിശ്വാസത്തിന്റെ ഐക്യത. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങും. ഒന്ന് വിശ്വാസത്തിന്റെ ഐക്യത. അപ്പസ്തോലിക യുഗത്തിൽ പ്രസംഗിച്ചിരുന്ന, ക്രിസ്തു പഠിപ്പിച്ച് ഉപദേശിച്ചു തന്ന വിശ്വാസത്തിന്റെ ഐക്യതയിൽ ഞാൻ എത്തിയേ മതിയാകൂ. ഇതിപ്പോ മോഡേൺ ഏജാ. ഇക്കാലത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാതാ കുഞ്ഞെ. ഇക്കാലത്ത് വിശ്വാസത്തിന്റെ ഐക്യതയിൽ എത്തേണ്ടതിനാണ് യേശു കാൽവരിയിൽ മരിച്ചത്. യേശു കാൽവരിയിൽ മരിച്ചതിന്റെ പ്രയോജനം മോഡേണിസത്തിൽ നിന്ന് മാറി വിശ്വാസത്തിന്റെ ഐക്യതയിൽ ക്രിസ്തുവിനോടും അപ്പസ്തോലന്മാരോടും യോജിക്കയാ. സ്തോത്രം. പക്ഷേ അതിന്റെ അർത്ഥം പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന പോലെ പിള്ളേർക്ക് അറിയാൻ വിചാരിക്കും, വലിയവർക്കെങ്കിലും മനസ്സിലാകും, കൊരണ്ടിപ്പലകയിട്ട് അതേൽ ഇരിക്കണമെന്നാണോ? അല്ല. യേശുവും ശിഷ്യന്മാരും കൊരണ്ടിപ്പലകയിൽ ഇരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. ഐ മേക്ക് ഇറ്റ് സോ ക്ലിയർ. അതിന്റെ അർത്ഥം പഴയ ശൈലിയിലുള്ള വീടുകൾ വെക്കാനാണോ? അല്ല. ഏത് ശൈലിയിൽ വീട് വെക്കണമെന്ന് തിരുവചനം പറഞ്ഞില്ല. അതിന്റെ അർത്ഥം തിരുവചനം ഉപദേശിക്കുന്ന സകല ഉപദേശത്തിലും നിൽക്കുക. തിരുവചനം ഉപദേശിക്കുന്ന സകല ഉപദേശത്തിലും നിൽക്കുക. ഉപദേശത്തിലും. പിന്നെ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും. വിശ്വാസത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഗാഡ്, ഈ പരിജ്ഞാനം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു എന്തിനു വേണ്ടി വന്നു? ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതിന്റെ അറിവിൽ തികഞ്ഞു വരേണ്ടതിനും വായിച്ചു. തികഞ്ഞ പുരുഷത്വവും. അതിൽ തികഞ്ഞ പുരുഷത്വം. സത്യത്തിൽ ഈ പെർഫെക്ഷൻ എന്ന് കൊലോസ്യ ലേഖനം 2:28 എഴുതിയിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഈ കഴിഞ്ഞ രാത്രിയിൽ നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ്: പ്രായത്തിന്റെ പൂർണ്ണതയിൽ,
ഏത് വ്യക്തിത്വത്തിന്റെ പ്രായപൂർത്തി നമ്മൾ കാണുന്നുവോ അത്രയും നീളത്തിലും വണ്ണത്തിലും വലിപ്പത്തിലും സ്വഭാവത്തിലും പേഴ്സണൽ കട്ടിലും നിറത്തിലും നാം വളർന്നു വരിക എന്ന ആശയമുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ എങ്ങനെയിരുന്നോ അതുപോലെ കാണുവാൻ അവൻ അനേകം മക്കളിൽ ആദ്യജാതനായി ക്രിസ്തുവിനെ നിയമിക്കുകയും അനുജന്മാരായി എന്നെയും നിങ്ങളെയും നിയമിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പൂർത്തി, പ്രായത്തിന്റെ അളവും വായിച്ചു, തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ക്രിസ്തുവിൻ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്, എന്റെ ക്രിസ്തുവിനുള്ള സമ്പൂർണത എനിക്ക് ലഭിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, പിശാചി നമ്മളെ എപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന ഒന്ന് നിനക്കങ്ങനെ ആകാൻ ഒക്കത്തില്ലെന്ന ഇന്ന് പകൽ അവനെതിരെ തിരിഞ്ഞോണ്ട് പറ, വചനം പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിലേക്ക് വരുവാൻ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. പിശാചേ, നീ ഭോഷ്ക് പറയുന്നവരും അതിന്റെ അപ്പനുമോ, ഞാൻ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിലേക്ക് വളരും. മനസ്സിലാകുന്നുണ്ടോ? പിശാച് പലരെ കൊണ്ടും പറയിപ്പിക്കും. അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എന്നെ കൊണ്ട് ഇത് ഒക്കാനാ ക്രിസ്തു കാൽവരിയിൽ വില മുടക്കിയത്. വില മുടക്കിയിരുന്നില്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. വില മുടക്കിയതിനാൽ ഇത് നടക്കുന്നു. പിശാചേ, നീ ഭോഷ്ക് പറയുന്നവനാ. പിശാചേ, നീ ഭോഷ്ക് പറയുന്നവരുടെ അപ്പനാ. ഞാൻ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവിലേക്ക് വളരുവാൻ, സ്വർഗീയ സമ്പൂർണത എനിക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ പുസ്തകം 2:22. യാക്കോബ് 2:22. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. ഞാൻ അബ്രഹാമിന്റെ ചരിത്രത്തിലാണ് ഇന്ന് ഓടി വരാൻ പോകുന്നത്. തന്റെ വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിച്ചു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകയാൽ അതിനൊരു വിലയുമില്ല, ആരും അത് മാനിക്കുന്നതുമല്ല. എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ടെന്ന് ഒരുത്തം പറയുകയും അവന്റെ പ്രവൃത്തികളിൽ അത് കാണാതിരിക്കുകയും ചെയ്താൽ അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവന്റെ വിശ്വാസം ചത്തത, കുഴിച്ചിടേണ്ട വിശ്വാസമാണ്. ആരെയും കാണിക്കാൻ കൊള്ളുന്ന വിശ്വാസമല്ല, അത് കുഴിച്ചിടേണ്ട വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഒരുവൻ പറയുകയും പ്രവൃത്തികൾ ഇല്ലാതെ വരികയും ചെയ്താൽ അത് നഷ്ടമാണ്. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ ഒരു പദമുണ്ട്, അനാഥനെയും വിധവയെയും അവരുടെ കഷ്ടങ്ങളിൽ ചെന്ന് കാണുകയും അന്യന്റെ പാപത്തിൽ, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന വേറൊരു ഭാഗമാണ്, അന്യന്റെ പാപത്തിൽ പങ്കാളിയാകാതിരിക്കുകയും ജീവിത വിശുദ്ധി സൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രായോഗിക ജീവിതം ദൈവം അംഗീകരിക്കുന്ന സമ്പൂർണതയുടെ ലക്ഷണങ്ങളിലൊന്നാണ്. യേശുവിന്റെ വാക്കും തീമോത്തിയോസിനോട് പറയുന്ന ഭാഗങ്ങളും ഒക്കെ ചേർത്ത് ഒന്നിച്ചാ ഞാൻ പറഞ്ഞത്. അനാഥനെയും വിധവയെയും അവരുടെ ദുഃഖത്തിൽ ചെന്ന് കണ്ട് സഹായിക്കുകയും അന്യന്റെ പാപത്തിൽ പങ്കാളിയാകാതെ പാപം ചെയ്യുന്നവരോട് സഹതാപം കാണിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന, പ്രായോഗിക സഹായം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരിക്കൽ ഇവിടെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന കാലത്തൊരിക്കൽ റൺവേയ്ക്കകത്ത്, ഞങ്ങൾ അന്നിരുന്ന എയർഫോഴ്സ് സ്റ്റേഷനിൽ നൈറ്റ് ഫ്ലൈയിങ് ഇല്ലാഞ്ഞതുകൊണ്ട് ആളുകൾ റൺവേയ്ക്കകത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു, കള്ളു കുടിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അത് തുറന്ന സ്ഥലം, ഏക്കറുകൾ കിടക്കുകയല്ലേ. നല്ല ടാർ ചെയ്ത, സിമെന്റ് ചെയ്ത റൺവേ ഇതിനൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്നു, പ്രത്യേകിച്ച് ചെറിയ ചൂടുള്ള കാലം. ഞാൻ ഓർത്ത് എനിക്ക് പ്രാർത്ഥിക്കാനും ഈ റൺവേ ഒരു നല്ല സ്ഥലമാണ്. ആളുകൾ കൂടിയിരുന്ന് ചീട്ട് കളിക്കുകയോ കള്ളു കുടിക്കുകയോ ചെയ്യുന്നിടത്തുനിന്ന് ഒരു 3-4 കിലോമീറ്റർ അങ്ങ് മാറിയാൽ ആരും അടുത്തെങ്ങും ചെല്ലാത്ത, വരാത്ത 3-4 കിലോമീറ്റർ ദൂരത്തിൽ ആളുകളില്ലാത്ത ഒരു പൊസിഷൻ ആ റൺവേക്കുണ്ട്. രാത്രികളിൽ ഞാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഒരാൾ മനഃപൂർവ്വം ഉപദ്രവിക്കേണ്ടതിന് തപ്പി വന്ന് എന്നെ പിടിച്ചു. റൺവേയിൽ രാത്രിയിൽ കയറരുത് എന്നത് നിയമമാണ്, അത് നിയമമാണ്. ഞാൻ ലംഘിച്ചു. അദ്ദേഹം എന്നെ പിടിച്ചു, ഒരു ചാർജ് ഷീറ്റൊക്കെ ഉണ്ടാക്കി. എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, ഒരു ഓഫീസർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചാർജ് ട്രയൽ ചെയ്യാൻ പോകുന്ന ആള് ശിക്ഷ തന്നേ പറ്റൂ. അദ്ദേഹത്തിന്റെ ലിമിറ്റിൽ തരാവുന്ന ഒരു ചെറിയ ശിക്ഷ തന്ന് ഒരു 6-7 ദിവസം ജയിലിലിട്ടേച്ച് ഇനി വിടുന്നത് പോലെ എന്തെങ്കിലും ഞാനൊരു ക്രമീകരണം ചെയ്യാം, അല്ലെങ്കിൽ നീണ്ട നാളുകൾ ജയിലിൽ കിടന്നേ തീരൂ. കാര്യം അത്ര സീരിയസ് ആയത്.
ആളുകൾ പോകാറുണ്ട്, ഇരിക്കാറുണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യം. കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കുറ്റം കുറ്റമാണ്, അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെട്ടിരിക്കും. എനിക്ക് വലിയ സന്തോഷം, അദ്ദേഹത്തോട് സ്നേഹം തോന്നി, ഇഷ്ടം തോന്നി, ചെയ്താട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. നിന്റെ കേസ് ട്രയൽ നടത്താൻ പോകുന്ന ജഡ്ജിനെ, നിന്നെ രണ്ടുപേരെയും കൂടെ ഞാനൊരു പാർട്ടിക്ക് വിളിക്കാം. നീയും വരണം പാർട്ടിക്ക്. കേസ് എടുക്കുന്നതിന് മുമ്പേ, കള്ളു കുടിക്കുന്നതിൻ്റെ മുമ്പിൽ കുടിച്ച് ലക്കില്ലാതെ മനുഷ്യനാകുമ്പോൾ ഞാനൊന്ന് പറഞ്ഞേക്കാൻ, ഇവൻ നാളെ കേസിന് വരും, ഒന്ന് സൂക്ഷിച്ചോണം ഇവൻ്റെ കാര്യമൊന്ന്. ഞാൻ പറഞ്ഞു സാറേ, പക്ഷേ അടുത്ത പ്രശ്നം ഞാൻ കള്ളു കുടിക്കലെന്നുള്ളതാണ്. എടാ, അതിപ്പം ജയിലിൽ പോകുന്നതാണോ നല്ലത്, അതോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി കുടിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു ജയിലിൽ പോകുന്നതാണ് നല്ലത്. വിശ്വാസം പ്രവൃത്തിയില്ലാത്തതായാൽ ചത്തതാ, നിർജീവം. അദ്ദേഹം ഒന്നുകൂടെ ആലോചിച്ച് എന്നോട് പറഞ്ഞിടാ, നിന്നെ അങ്ങ് നഷ്ടപ്പെടുന്നതിൽ ദുഃഖമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ കള്ളു കുടിക്കണ്ട, കൊക്കക്കോള കുടിച്ചാൽ മതി. കൊക്കക്കോളയും സെർവ് ചെയ്യുന്നുണ്ട് കറുത്തിരിക്കാതെ. മദ്യവും കറുത്തതാ ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത്. നീ കൊക്കക്കോള മാത്രം എടുത്താൽ മതി, മദ്യം കഴിക്കണ്ട. എന്നാൽ ഒരുമിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് മറ്റേ അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കത്തില്ല. ആദ്യമേ ഞാൻ ഓർത്ത് കുഴപ്പമില്ല എന്ന് ഒരു വാക്ക് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം പരിശുദ്ധാത്മാവ് ഓർമ്മയെ കൊണ്ടുവന്നു. നീ മദ്യപന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. മദ്യം ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് കണ്ട് രസിക്കുകയും അരുത്. നീ മദ്യപന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. ഞാൻ പറഞ്ഞു സാറേ ക്ഷമിക്കണം, ഇങ്ങനെ ഒരു വാക്യം എൻ്റെ ഓർമ്മയെ വരുന്നു, അതുകൊണ്ട് ഞാൻ അതിന് വരത്തില്ല. അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കാണാം. ഓ അല്ല, ഇപ്പം എന്നെ ചെയ്യാനാ? ഞാൻ പ്രാർത്ഥിച്ചു പോയി. അത് തെറ്റെങ്കിൽ തെറ്റ്, ഇരുന്നത് തെറ്റി, അതെനിക്കറിയാം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത വ്യക്തി ഒരു വാക്ക് തെറ്റിച്ചെഴുതി. ഫൗണ്ട് മൂവിങ് ഓൺ ദ റൺവേ ഡ്യൂറിങ് നൈറ്റ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഫൗണ്ട് മൂവിങ് ഓൺ ദ റൺവേ ഡ്യൂറിങ് ദ നൈറ്റ് ടൈം. ഇന്ന നിയമത്തിന് വിരോധമായി റൺവേയിൽ കൂടെ രാത്രിയിൽ നടക്കുന്നത് കണ്ടു. ഫൗണ്ട് മൂവിങ് ഓൺ ദ റൺവേ. കേസ് ട്രൈ ചെയ്യുന്ന ആള് വായിച്ചു, എന്നോട് ചോദിച്ചു, നീ ഈ നിയമപ്രകാരം ഇത്രാം വകുപ്പ് ഇന്നതിന് പ്രകാരം നീ അയച്ചത് തെറ്റാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ആ നിയമം കണ്ടിട്ടില്ല, അപ്പോൾ തെറ്റാണെന്നോ ശരിയാണെന്നോ എനിക്ക് അറിയാൻ വയ്യ. ആക്ച്വലി ഇഗ്നറൻസ് ഇസ് നെവർ എ എക്സ്ക്യൂസ്. നിയമം കണ്ടിട്ടില്ലെന്നോ അറിയാൻ വയ്യ എന്ന് പറയുന്നൊരു എക്സ്ക്യൂസ് അല്ല. അന്നേരം വായി വന്ന് അങ്ങനെ അങ്ങ് പറയും, ദൈവം തന്നതാ. ആ ഓഫീസറും നിയമം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല, നീ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ശിക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേറെന്തോ ഒരു ദുർബുദ്ധി തോന്നി. അദ്ദേഹം പറഞ്ഞു മാർച്ച് ഹിം ഔട്ട്, വെളിയിലോട്ട് കൊണ്ടുപോകും, എന്നിട്ട് ആ നിയമം ഇവനെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. നിയമം എന്നെ എടുത്ത് കാണിച്ചു തന്നു. ഞാൻ വായിച്ചപ്പോഴാണ് നോട്ട് പെർമിറ്റഡ് ടു സ്റ്റേ ഓൺ ദ റൺവേ എന്നാണ് എഴുതിയിരിക്കുന്നത് നിയമത്തിനകത്ത്. റൺവേയിൽ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. രാത്രിയിൽ ആരും റൺവേയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ചാർജിനകത്ത് എഴുതിയിരിക്കുന്നത് നടക്കുന്നത് കണ്ടെന്നാ. He is not permitted to stay, but my charge sheet says he was found moving. എൻ്റെ അകത്ത ആശയം കയറി. ഞാൻ തിരിച്ച് ചാർജ് ട്രയലിന് രണ്ടാമത്തെ പ്രാവശ്യം വന്ന് അദ്ദേഹം ചോദിച്ചു, നീ നിയമം വായിച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചു. അതിന് പ്രകാരം നീ കുറ്റക്കാരനാണോ? ഞാൻ പറഞ്ഞ അല്ല. അതെന്താ? അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവിടെ നിൽക്കാൻ പാടില്ലെന്നാ. ഞാൻ നിന്നിട്ടില്ല എന്നതിന് ചാർജ് ചെയ്ത ആളാ ഒന്നാം സാക്ഷി. He found me moving, not staying. ആ കേസ് ട്രൈ ചെയ്യുന്ന ആളിന് ആരിശം വന്നു. ചാർജ് ഷീറ്റ് വലിച്ചു കീറി ചെയ്തവൻ്റെ മോന്തയ്ക്ക് ഒരു ഏറെറിഞ്ഞു പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത നീയാണോടാ ചാർജ് ചെയ്യാൻ വന്നിരിക്കുന്നത്? ഞാൻ തിരിച്ചു വന്ന് എൻ്റെ പഴയ ഓഫീസറെ വിളിച്ചു പറഞ്ഞു, വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചാൽ ഇറങ്ങേണ്ടവൻ ഇറങ്ങി വരും. ഞാൻ നിയമജ്ഞനല്ല, എനിക്ക് നിയമം അറിയാൻ വയ്യ. ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഈ ആയുസ്സിൽ ആ ലൈന് ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നെ നടത്തിയവനായ ദൈവത്തിന് അപ്പോഴപ്പോൾ പറയേണ്ടത് എന്തെന്ന്, ന്യായാധിപ സംഘത്തെ നേരിടുമ്പോൾ അപ്പോഴപ്പോൾ പറയേണ്ടത് എന്തെന്ന് ബുദ്ധിയിൽ തരുവാൻ വാക്ക് പറഞ്ഞവൻ, വില മുടക്കിയവൻ, ആത്മാവിനെ അയച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. നമുക്കൊന്ന് പറയാം, ഞാൻ എൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ തെളിയിക്കും. ഞാൻ എൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ തെളിയിക്കും. ഇനി ഞാൻ ഒരൊറ്റ ചാട്ടം ചാടാൻ പോകുകയാണ്, സമയം കുറഞ്ഞു പോയതുകൊണ്ട് ഒരു വാക്യം തൊട്ടുവിട്ടേക്കാം. 2 കൊരിന്ത്യർ 13:11. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ,
യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ. എന്റെ സഹോദരന്മാരെ, ഞാൻ ആ പദം പറയട്ടെ, യഥാസ്ഥാനപ്പെടാം. എന്താ യഥാസ്ഥാനപ്പെടുക? ദൈവം നമ്മെക്കുറിച്ച് കണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് നാം അകലെയാണെങ്കിൽ ദൈവം കണ്ട കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരുന്നതിനെയാണ് ഇവിടെ യഥാസ്ഥാനം എന്ന് അർത്ഥമാക്കുന്നത്. യഥാസ്ഥാനപ്പെടുക. ഇവിടെ ഇരിക്കുന്ന എയർ കണ്ടീഷൻ ഇരിക്കാൻ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിന്റെ കവറോ മറ്റോ അടന്ന് താഴോട്ട് വീണാൽ തിരിച്ച് അത് ആ സ്ഥാനത്ത് വെച്ച് ഫിറ്റ് ചെയ്യുന്നതിനെയാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈ ലൈറ്റുകൾ കത്തി നിൽക്കുകയാണ്. പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പോയാൽ തിരികെ വേറൊരു സോഴ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി, നമ്മുടെ സ്റ്റാൻഡ് ബൈ സെക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്താൽ ലൈറ്റുകൾ യഥാസ്ഥാനപ്പെടും, റിസ്റ്റോർ ചെയ്യും. ഇന്ന് പകൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, ഞാൻ വിശ്വാസത്തിൽ വീണുപോയി? യഥാസ്ഥാനപ്പെടുക, യഥാസ്ഥാനപ്പെടുക, മടങ്ങി വരിക, ദൈവിക കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരിക. എന്റെ വിശ്വാസവും എന്റെ പ്രവൃത്തിയും ഹാൻഡ് ഇൻ ഹാൻഡ് ഒരുമിച്ച് കൊണ്ടുപോകുകയാണ്. വിശുദ്ധന്മാരെ, യഥാസ്ഥാനപ്പെടുക. ഇനി ഞാൻ ഒരു വാക്യം മാത്രം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17:1-2. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ. മതി. ഇംഗ്ലീഷിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? നിഷ്കളങ്കനായിരിക്കുക എന്ന വാക്ക് ദയവായി ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേക്കാമോ? അവിടെ നിന്ന് വായിച്ചാലും മതി. പെർഫെക്റ്റ്. ബി ദൗ പെർഫെക്റ്റ് ബിഫോർ മീ. നീ എന്റെ മുമ്പിൽ പെർഫെക്റ്റായി നടക്ക. നീ എന്റെ മുമ്പിൽ പെർഫെക്റ്റായി നടക്ക. സാഹചര്യം രണ്ടർത്ഥമാണ് അതിന്. രണ്ടാമത്തെ അർത്ഥമാണ് ഇന്ന് രോഗശാന്തിക്ക് ഉപയോഗിക്കേണ്ടത്. രണ്ടർത്ഥമാണ് അതിന്. ബി ദൗ പെർഫെക്റ്റ്. നീ എൻ്റെ മുമ്പിൽ നന്നായിട്ടങ്ങ് നടന്നോളാൻ, നിർമ്മലതയോടെ നടന്നോളാൻ ഒരർത്ഥമുണ്ട്. രണ്ട്, നിന്റെ ബലഹീനതകൾ എടുത്തു മാറ്റി ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോകാം. യു വിൽ ബി പെർഫെക്റ്റഡ്. എൻ്റെ കർത്താവിനൊരുത്തനെ ശക്തീകരിക്കണമെങ്കിൽ ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്. എൻ്റെ ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്. ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്നെ ചികിത്സിക്കണമെങ്കിൽ നറിഷിംഗ് ഫുഡ് എനിക്ക് തന്നേ പറ്റുള്ളായിരിക്കും. ന്യൂട്രീഷന്റെ അളവ് മാറ്റി മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടോ എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുന്നത്. എന്നാൽ എൻ്റെ കർത്താവിന് ഇതൊന്നും വേണ്ട. ബി ദ പെർഫെക്റ്റ്. ഒറ്റ വാക്ക് മതി. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഒറ്റ വാക്ക് മതി. അബ്രഹാമേ, നീ എൻ്റെ മുമ്പിൽ ചൊവ്വ നടന്നാൽ ഞാൻ ബാക്കി പെർഫെക്ഷൻ നിനക്ക് അയച്ചു തരാൻ പോവാ. സാഹചര്യം അബ്രഹാമിന് 99 വയസ്സായി. പുത്രോത്പാദനത്തിന്റെ ശക്തി കഴിഞ്ഞു. തന്റെ ശരീരത്തിന്റെ നിർജീവത്വം അബ്രഹാം തിരിച്ചറിഞ്ഞു. സേറയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. അവളുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവൾ തിരിച്ചറിഞ്ഞു. അബ്രഹാമും തിരിച്ചറിഞ്ഞു. ഇനി യാതൊരു ആശയ്ക്കും വഴിയില്ലാതെ രണ്ട് ശരീരങ്ങൾ നിർജീവങ്ങളായി മാറി. ആ സാഹചര്യത്തിലാണ് കർത്താവ് ഇറങ്ങി വന്നിച്ച് പറയുന്നത്, ഞാൻ സർവശക്തിയുള്ള യഹോവയാ. ഞാൻ സർവശക്തിയുള്ള ദൈവം അല്ലേ? ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാ. യഹോവ എൽ ഷദായ്, അങ്ങനെ ഒരു പദം അവിടെ ബേസിക്കിൽ ഉപയോഗിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ഗ്രീക്ക് കൂടുതൽ അറിയത്തില്ല. ചില്ലറ അറിവ് വെച്ച് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ ഉപരി ഗ്രീക്കുകാരനായി ജനിച്ച ഒരാൾ അതിന് പറഞ്ഞ അർത്ഥം നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുകയായിരിക്കും നല്ലത്. മലയാളത്തിൽ മൂളുന്നതിന് എന്തോ അർത്ഥം, അതാര് മൂളുന്നു, എപ്പം മൂളുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ച് അതിൻ്റെ അർത്ഥം. ഒന്ന് ഇരുത്തി മൂളിയാൽ അതിൻ്റെ അർത്ഥം വേറെയാ, എന്ന് പറയുന്നത് വേറെയാ. ഒരു മൂളിന് അർത്ഥമുണ്ട്, അത് മലയാളികൾക്ക് അന്യോന്യം മനസ്സിലാവും അല്ലേ? ഇംഗ്ലീഷുകാരൻ വാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വായെ മനസ്സിലാകത്തുള്ളൂ, അവൻ്റെ വായിക്ക് വേറെ അർത്ഥം. അവൻ അവിടെ ജനിച്ചതാ. ഗ്രീക്കുകാരനായി ജനിച്ച് ഗ്രീക്കുകാരനായി വളർന്ന ഒരു മനുഷ്യൻ ആ വാക്കിൻ്റെ അർത്ഥം വിശദീകരിച്ചത് ഇങ്ങനെയാ. ആ വാക്കിന് പ്രധാനമായും 3-4 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഐ ആം എ സ്ട്രോങ് നറിഷർ. ഞാൻ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന പുഷ്ടിയുടെ യജമാനനായ ദൈവമാണ്. 2, ഞാൻ ശരീരത്തെ ശക്തീകരിക്കുന്ന ദ സ്ട്രെങ്തനിങ് ഗോഡ്. 3, ധാരാളം തന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രൊവൈഡറാണ് ഞാൻ. ഐ എം എ സ്ട്രോങ് നറിഷർ.
ഐ ആം എ സ്ട്രോങ് സപ്ലയർ, ഐ ആം എ സ്ട്രോങ് പ്രൊവൈഡർ എന്നിങ്ങനെ കുറെ അർത്ഥങ്ങളാണ് അതിനുള്ളത്. അബ്രഹാമിന്റെ സാഹചര്യം തൊട്ട് പറയാം. 99 വയസ്സായി. താനും തന്റെ ഭാര്യയും പുത്രോത്പാദനത്തിന് നിർജീവരെന്ന് സ്വയം തിരിച്ചറിഞ്ഞ അബ്രഹാമെ മനസ്സിലാക്ക്, ഞാൻ നറീഷറാണ്, ഞാൻ ഈ ശരീരങ്ങൾക്ക് ബലം തിരിച്ചു തരുന്ന ദൈവമാണ്. എന്നെ കൊണ്ടത് കഴിയും അബ്രഹാമേ, ഞാൻ നിന്റെ ശരീരത്തെ ബലപ്പെടുത്താം. ഇന്ന് പകൽ ശരീരങ്ങളിൽ ബലഹീനത അനുഭവിക്കുന്നവരെ ഈ യഹോവ എൽ ശദായ്, ഞാൻ ശരീരത്തെ ശക്തീകരിക്കുന്ന ദൈവമാണ്. 2, ഐ ആം എ സ്ട്രോങ് സപ്ലയർ, ഞാൻ തൃപ്തിയാകുവോളം ധാരാളം തരുന്ന ദൈവമാണ്. 2ാം സർവീസ് ഞാൻ ഇതിന്റെ വിശദീകരണത്തിൽ പോവും, രോഗശാന്തിക്ക് വേണ്ടിയിട്ട്. അബ്രഹാമേ, അങ്ങയുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഒരു കുഞ്ഞു പോലുമില്ല. ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതനുസരിച്ച് ഒരു പൈതലനെയായിരിക്കും നീ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിന്റെ കുഞ്ഞുങ്ങൾ 6 ലക്ഷമായി വർദ്ധിക്കുന്ന കൂട്ടത്തിൽ 6 ലക്ഷം കുടുംബങ്ങളായി വർദ്ധിക്കുമ്പോൾ, ഒന്നുമില്ലാത്ത ശൂന്യ മരുഭൂമിയിലൂടെ ഞാൻ നിങ്ങളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരെണ്ണം പട്ടിണി കിടക്കത്തില്ല. ഐ ആം എ സ്ട്രോങ് പ്രൊവൈഡർ. എനിക്ക് ധാരാളം തരാനുണ്ട്. എന്റെ കാലത്തും എന്റെ മക്കളുടെ കാലത്തും എന്റെ കൊച്ചുമക്കളുടെ കാലത്തും എന്റെ വരുന്ന തലമുറകളിലും ധാരാളം തരുന്ന ദൈവം. സ്ട്രോങ് സപ്ലയർ. അബ്രഹാമേ, നിനക്ക് ആദ്യമേ എൻ്റെ അനുമതി കൂടാതെ ഒരു ചെറുക്കൻ ഉണ്ടായല്ലോ, ഇസ്മായിൽ. അവൻ പരിഹാസിയല്ലേ? നിനക്ക് വല്ല തൃപ്തിയുണ്ടോ, വല്ല സമാധാനമുണ്ടോ? ഇല്ല. എന്നാൽ ഞാനൊന്നിനെ തരാൻ പോകുകയാ. ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. അവനൊരു സമാധാനമായിരിക്കും, അവനൊരു തൃപ്തിയായിരിക്കും. ഇങ്ങനെയുള്ള അനേക അർത്ഥങ്ങൾ ഒരുമിച്ച് ചേർന്ന ധാരാളം തരുന്നവൻ, ശക്തിപ്പെടുത്തുന്നവൻ, തൃപ്തീകരിക്കുന്നവൻ എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങൾ ചേർന്ന ഒരു പദം പറഞ്ഞു, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. യഹോവ എൽ ശദായ്. ബി ദൗ വാക്ക് ബി പെർഫെക്റ്റ്. നീ നിഷ്കളങ്കനായി നടന്നോ, അത് സത്യമാ. പക്ഷേ എന്റെ ഈ വാക്ക് നിന്റെ അകത്തേക്ക് കയറുമ്പോൾ നിന്റെ ശരീരം പെർഫെക്റ്റ് ആകാൻ പോകുകയാണ്. നിന്റെ ശരീരത്തെ ഞാൻ പെർഫെക്റ്റ് ആക്കാൻ, നിർജ്ജീവമായ ശരീരം ജീവനിലേക്ക് മടങ്ങി വരുവാൻ, ക്യാൻസർ സെല്ലുകൾ ശരീരം വിട്ട് മാറുവാൻ, ട്യൂമറുകൾ ശരീരത്തിൽ നിന്ന് മാറുവാൻ, ബലഹീനതകൾ ശരീരത്തിൽ നിന്ന് മാറുവാൻ ഇന്ന് പകൽ ബി ദൗ പെർഫെക്റ്റ്. നീ ശുദ്ധമാകാ. എന്റെ കർത്താവ് പല രോഗികളെ നോക്കിച്ചു പറഞ്ഞു, ബി ദൗ ബി ഹോൾ. നീ പരിപൂർണമായി സൗഖ്യമാകുക. ഇന്ന് പകൽ ആ വാക്ക് ചില ചെവികളിൽ കയറുമ്പോൾ അത് നരമ്പുകളിൽ, മാംസപേശികളിൽ അതിന്റെ ക്രിയ ചെയ്യുകയാ. ദൈവിക സമ്പൂർണത. നമ്മൾ തുടങ്ങിയത് വിശ്വാസത്തിലും ജീവിതത്തിലും പ്രതിഷ്ഠയിലും ദൈവിക സമ്പൂർണത. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരോട് തമ്പുരാന് പറവാനുണ്ട്, എന്റെ വാക്കിലൊരു സമ്പൂർണതയുണ്ട്. നിങ്ങളുടെ ജീവിതം സമ്പൂർണമായി മാറും. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ ഒന്നടയ്ക്കാം. എന്റെ രാജാവും എന്റെ ദൈവവുമേ, അങ്ങയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുവാൻ ഇവിടെ കൊണ്ടുവന്ന ദൈവകരുണയ്ക്കായി അടിയനെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഈ പദവി എത്ര വലിയത്! ഇന്ന് പകൽ അങ്ങയുടെ നിറഞ്ഞു തുളുമ്പുന്ന സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു കവിയുന്ന ആത്മീക അന്തരീക്ഷം, അതിനകത്തൂടെ ഒഴുകുന്ന ദൈവിക വിടുതലിന്റെ നദികൾ ഈ ജനത്തിലേക്ക് ഒന്ന് ഒഴുകിയെത്തുവാൻ തിരുമേനിക്ക് പ്രസാദമായതിനാൽ അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. നിത്യനായ ദൈവത്തിന്റെ ബലമുള്ള കൈകളിൽ ഏൽപ്പിച്ച് ഇതിനകത്തിരിക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ അങ്ങക്ക് പകരം പറയട്ടെ. ബി ദൗ പെർഫെക്റ്റ്. ഒരു ദൈവിക നന്മ അങ്ങയുടെ ജനത്തിന്റെ മേലിരിക്കണേ. കർത്താവിനത് ചെയ്യണേ. ദൈവിക പൂർണ്ണത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ചില അപൂർണ വശങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉപദേശത്തിൽ നിഷ്കളങ്കത ഞാൻ സൂക്ഷിച്ചിരിക്കും, വിശുദ്ധി ഞാൻ സൂക്ഷിച്ചിരിക്കും. എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധിയും നിഷ്കളങ്കതയും ഞാൻ സൂക്ഷിച്ചിരിക്കും. എന്നാലാവോളം ദൈവത്തിൻ്റെ
കാഴ്ചപ്പാടിനൊത്തവണ്ണം ഞാൻ എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ, ജീവിത ബലഹീനതകൾ ഓർമ്മ വരുന്നവർ, ദൈവം മുമ്പിൽ അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു പുതിയ തീരുമാനത്തിന് ദയവായി തയ്യാറാകൂ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ അഴുക്കനായി തുടരുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ അധികം നീതി ചെയ്യട്ടെ. എൻ്റെ ദൈവത്തിന് പറവാനുള്ളത്, ബി ദ ഹോൾ, നീ സമ്പൂർണനാകാ. ബി ദ പെർഫെക്റ്റ്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ജീവിതത്തിൻ്റെ അമ്മാനസ്യ അപാകതകൾ മാറട്ടെ എന്ന് പറയുന്ന ദൈവശക്തി ഇന്ന് ഉളവാകട്ടെ. ഇന്ന ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. യേശുവേ, അങ്ങയുടെ പാദത്തിൽ വന്ന് നിൽക്കുകയാണ്. ഒരുമിച്ച് സ്റ്റേജിൽ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരിക്കയാൽ അടിയനങ്ങേ സ്തുതിക്കുകയാണ്. ദൈവാത്മാവേ, അങ്ങയുടെ സ്വാതന്ത്ര്യം എന്നിതിനകത്ത് നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബലവാനായ ഒരു മനുഷ്യൻ, ഞാൻ കാണുന്ന ഒരു മനുഷ്യരൂപമാണ്. ബലവാനായ ഒരാൾ ഒരു കൈ ഉയർത്തിക്കൊണ്ട് ജയ് വിളിക്കുന്നത് പോലെ ജയഭേരി മുഴക്കിക്കൊണ്ട് ഈ സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ടത് ഇടത്തുവശത്താ, അല്പം കഴിഞ്ഞപ്പം വലത്തേക്ക് മാറി നിൽക്കുന്നത് കണ്ടു. ബലവാനായ ഒരു വ്യക്തി മനുഷ്യരൂപത്തിൽ ജയ് വിളിക്കുന്നത് പോലെ ഒരു കൈ മുഷ്ടി ചുരുട്ടി ഉയർത്തിക്കൊണ്ട് സ്റ്റേജിൻ്റെ ഇടത്തുവശത്ത്, എൻ്റെ ഇടത്തുവശത്ത് ആദ്യവും പിന്നെ എൻ്റെ വലത്തുവശത്തും മാറി മാറി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഇന്ന് പകൽ ശക്തനായവനെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവവുമായി ഒരുമിച്ച് ശുശ്രൂഷിക്കുവാൻ ഇന്ന് പകൽ ദൈവം അനുവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, സൈന്യങ്ങളുടെ യജമാനനെ, ശത്രുവിനെ ഞങ്ങളുടെ കാൽ കീഴാക്കുന്നവനെ, ദൈവാധി ദൈവമേ, രാജാധി രാജാവേ, കർത്താധി കർത്താവേ, താൻ മാത്രം അമർത്യതയുള്ളവനെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമേ, അങ്ങയുടെ ജനത്തിന്റെ കാവൽക്കാരനായി, ഓ ഗാഡ്, ആംഷി സൈദിലിയാര, ഞാൻ എൻ്റെ ജനത്തിന്റെ കാവൽക്കാരനായി ഇരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. മനീഷദാസിയാര, ഞാൻ എൻ്റെ ജനത്തെ കാവൽ കാത്ത് നടത്തുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അമനി മരാസിയാര, എതിർത്ത ദുഷ്ടശക്തികളെ ഞാൻ താറുമാറാക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി എഴുന്നേറ്റിരിക്കാൻ സ്തോത്രം. ദൈവം എഴുന്നേറ്റിരിക്കാൻ സ്തോത്രം. ദൈവം എഴുന്നേറ്റിരിക്കാൻ സ്തോത്രം. ദൈവം എഴുന്നേറ്റിരിക്കാൻ ഹല്ലേലൂയ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക്, അങ്ങയുടെ കാവലിലേക്ക് അങ്ങയുടെ ജനത്തെ ഭരമേൽപ്പിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും